പശ്ചിമേഷ്യയിലെ യുദ്ധം 9ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം തുടർന്ന് ഇറാൻ. ദുബായിൽ വ്യോമാക്രമണ പ്രതിരോധത്തിനിടെയുണ്ടായ അവശിഷ്ടങ്ങൾ വീണ് പ്രവാസി ഡ്രൈവർ മരിച്ചു. സൗദിയിൽ പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളത്തിന് നേരെ വീണ്ടും ആക്രമണമുണ്ടായി. അമേരിക്കയെ ഗൾഫ് രാജ്യങ്ങൾ തടയണമെന്നും ഇല്ലെങ്കിൽ തിരിച്ചടി തുടരുമെന്നാണ് ഇറാന്റെ നിലപാട്. GCC രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന നിലപാട് വ്യക്തമാക്കി മണിക്കൂറുകൾക്കുള്ളിലാണ് ആക്രമണമുണ്ടായത്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ഈ ഒരു GCC രാജ്യങ്ങളെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകില്ല എന്ന ഇറാൻ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിലാണ് ഒരു പ്രവാസി ഡ്രൈവർ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം നടത്താൻ പാടില്ലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. താൻ അതിൽ മാപ്പ് അപേക്ഷിക്കുന്നു എന്നടക്കം അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനോടകം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത കാര്യം, ഇറാനെതിരെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തുകയാണെങ്കിൽ തങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെയായിരുന്നു ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം ഇറാന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ഇറാൻ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അബുദാബിയിലും സൗദിയും ഗൾഫിലും അടക്കം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം, ഡ്രോൺ ആക്രമണം നടത്തുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അത്തരത്തിലാണ് ദുബായിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദുബായിൽ ഡ്രോൺ അവശിഷ്ടം വീണാണ് ഒരാൾ മരിച്ചിരിക്കുന്നത്. ഏഷ്യക്കാരനാണ്. പാകിസ്ഥാൻ സ്വദേശിയായിട്ടുള്ള ഡ്രൈവറുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഇറാൻ അതിലൊരു വാക്കും ഇറാൻ തന്റെ പ്രസ്താവനയും ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സൗഹൃദ സംഭാഷണം എന്ന രീതിയിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഇനി നടത്തില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ലംഘിക്കപ്പെട്ടു. അമേരിക്ക ഈ സൗഹൃദ സംഭാഷണത്തെ കൊന്നു എന്നാണ് ഇപ്പോൾ ഇറാൻ അടക്കം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഈ ഗൾഫ് മേഖലകളിൽ നിന്നും ഇറാൻ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗൾഫ് മേഖലകളിൽ നിന്നും ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇറാൻ വീണ്ടും ആക്രമണം കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. അമേരിക്കയെ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ തടയണമെന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്ന കാര്യം. അല്ലാത്ത പക്ഷം തങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ ടെഹ്റാനിലടക്കം തന്നെ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം. ഇറാനിലാണെങ്കിലും അമേരിക്കയും ഇസ്രായേലും ശക്തമായിട്ടുള്ള ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ ആംബുലൻസിന് നേരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം, ആംബുലൻസ് കത്തിപ്പോകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കൂടാതെ തന്നെ എണ്ണ ടാങ്കറിന് നേരെ, എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം നടത്തുന്ന സാഹചര്യം അടക്കമുണ്ടാകുന്നു. ഇത്തരത്തിൽ ഇറാനെതിരെ ശക്തമായി തന്നെ തിരിച്ചടിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ചെയ്തത്. കഴിഞ്ഞ ദിവസം ട്രംപ് അടക്കം ഇത് തന്നെയാണ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇറാനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെയാണ്. നിലവിൽ ഇറാന്റെ വ്യോമ മന്ത്രാലയം അടക്കം തന്നെ തങ്ങളുടെ കീഴിലായിട്ടുണ്ട്. സൈനിക വ്യോമം അടക്കം തന്നെ തങ്ങളുടെ കീഴിലായിട്ടുണ്ട് എന്ന് ട്രംപ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നൊരു നിലപാട് തന്നെയാണ് തുടക്കം മുതൽ ട്രംപ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടനെതിരെയും അമേരിക്ക രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബ്രിട്ടന്റെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇനി യുദ്ധക്കപ്പൽ തങ്ങൾക്ക് അയക്കേണ്ട, യുദ്ധം ജയിച്ചതിന് ശേഷം അതിന്റെ വിജയാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടൻ എത്തരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇറാന്റെ നാവിക സേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും പൂർണ്ണമായും തങ്ങളുടെ കൈവശം തന്നെയാണ് നിലവിലുള്ളത് എന്ന് ട്രംപ് വ്യക്തമാക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ കൂടുതൽ ഈ ആക്രമണം ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ സൗദി അറേബ്യക്കെതിരെ അടക്കം ഈ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിവിധ ഗൾഫ് മേഖലകളിലേക്ക് അടക്കം തന്നെ ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി ആക്രമണം നടത്തില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കിയതിന് മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ തുടരെ ഗൾഫ് മേഖലകളിൽ ആക്രമണം നടത്തുന്നതടക്കം നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതടക്കം തന്നെ നമ്മൾ കണ്ടതാണ്. അതിൽ പ്രധാനമായും
ഈ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി സെക്രട്ടറി ആയിട്ടുള്ള അലി ലറിജാനി വ്യക്തമാക്കിയ കാര്യം ഈ അമേരിക്കയുടെ സൈന്യത്തെ അടക്കം തന്നെ തങ്ങൾ ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അമേരിക്കയുടെ സൈന്യം ഇപ്പോൾ ഇറാന്റെ പിടിയിലാണ്. എത്രത്തോളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ അമേരിക്ക കൃത്യമായിട്ടുള്ള ഒരു കണക്ക് പറയുന്നില്ല. അമേരിക്ക അതെല്ലാം തന്നെ മറച്ചു വെക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്ന കാര്യം. നിലവിൽ ഈ യുദ്ധം 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇറാനിൽ മാത്രം 1000-ത്തിലധികം ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെ, കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 1333 ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തതും ഇറാനിൽ തന്നെയായിരുന്നു. പൂർണ്ണമായും ഈ കഴിഞ്ഞ ദിവസം അടക്കം തന്നെ ഒരു ശാന്തി അല്ലെങ്കിൽ അശാന്തമായി തുടരുന്നുണ്ടെങ്കിലും വീണ്ടും അത് കഴിഞ്ഞ ദിവസം അടക്കം തന്നെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ആക്രമണ പരമ്പരകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും യുദ്ധം 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അശാന്തി പടരുക തന്നെയാണ് ചെയ്യുന്നത്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ആക്രമണം ഘടിപ്പിക്കുമ്പോൾ ഗൾഫ് മേഖലകളിലേക്കാണ് ഇറാൻ ആക്രമണം ഘടിപ്പിക്കുന്നത്. തീർച്ചയായും ഈ ഒരു ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകില്ല എന്ന ഇറാന്റെ നിലപാട് വ്യക്തമാക്കി മണിക്കൂറുകൾക്ക് ഉള്ളിലാണ് ഇത്തരത്തിൽ വീണ്ടും ദുബായിൽ ഇത്തരത്തിലൊരു ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയും അതിൽ ഒരു ഏഷ്യക്കാരന് ജീവൻ നഷ്ടമാവുകയും ചെയ്തത് ഡ്രൈവറായ പ്രവാസിയാണ് മരിക്കുകയുണ്ടായിരുന്നത്. ഈ ഒരു പശ്ചിമേഷ്യയിൽ ഇപ്പോൾ 9ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ഗൾഫ് മേഖലകളിലടക്കം ആക്രമണം നടക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം ഇപ്പോൾ 9ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ദുബായിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് ഇത്തരത്തിൽ വാഹനത്തിന് മുകളിലേക്ക് ഡ്രോൺ അവശിഷ്ടം വീണ് ഒരു പ്രവാസി ഡ്രൈവർ മരിച്ചത്. സൗദിയിൽ പ്രിൻസ് സുൽത്താൻ വ്യോമ താവളത്തിന് നേരെയും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി. അമേരിക്കയെ ഗൾഫ് രാജ്യങ്ങൾ തടയണമെന്നും ഇല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ ഇറാന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.